കുറച്ചു മുൻപ് പ്രേക്ഷകർ കണ്ട ദൃശ്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിൽ നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് സമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നിലവിൽ വീടിനകത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് അടൂരിലെ വീട്ടിൽ നിന്നും. പ്രവീൺ, മാധ്യമങ്ങളെ കണ്ട് രാഹുൽ സംസാരിക്കുമോ? ഇപ്പോൾ രാഹുൽ വീടിനകത്താണോ? റോഷ്നി, രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. അദ്ദേഹം മുറിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നാം നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ യൂത്ത് കോൺഗ്രസ് കൂടുതൽ പ്രവർത്തകരുമായി കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കുറച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവർ ഇത്രയും സമയമായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ തന്നോട് അടുപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ആ മുറിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആ ഭാരവാഹിത്വം വഹിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുണ്ട്. അവർ കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പോൾ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇപ്പോഴും വീടിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. റോഷ്നി, പ്രവീൺ, സസ്പെൻഷന് ശേഷം രാഹുൽ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പ്രതികരണം വന്നപ്പോൾ അതിൽ കൃത്യമായ മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവന്തിക പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അത്രത്തോളം വ്യക്തമല്ലാത്ത ഒരു ന്യായീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അപ്പോൾ ഇന്ന് പാർട്ടിയുടെ നടപടി ഉണ്ടായിരിക്കുന്ന ദിവസമാണ്. അതിനുശേഷം രാഹുൽ എന്ത് പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. ഇനി എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഏതെങ്കിലും ആരോപണവുമായി ബന്ധപ്പെട്ടുണ്ടോ, വിശദീകരണം വല്ലതും നൽകാനുണ്ടോ, അതോ പാർട്ടി നടപടിയിൽ മറ്റെന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്നുള്ളതടക്കം നമ്മൾ കാത്തിരിക്കുകയാണ്. രാഹുൽ ഇപ്പോൾ നേരത്തെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. നേതാക്കളെല്ലാം നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ വാതിലടച്ചു. അവരതിനുള്ളിൽ കൂടിക്കാഴ്ച നടത്തുകയാണോ? അതേ റോഷ്നി, രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവന്തിക പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ഇന്നിപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു സസ്പെൻഷൻ നടപടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിരിക്കുന്നത്. അത് KPCC അധ്യക്ഷൻ തന്നെ അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അക്കാര്യത്തോട് ഒരു പ്രതികരണമാണ് നാം പ്രതീക്ഷിച്ചിരുന്നത്. അതായത് MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ മുന്നോടിയായി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു സസ്പെൻഷൻ, അതുമാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാഹുലിന് മേൽ ഇപ്പോൾ ഉയർന്ന അപവാദങ്ങളിൽ ഒരു നടപടിയായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതായത് MLA സ്ഥാനം തൽക്കാലം രാജിവെക്കുന്നില്ല. പകരം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്ത നടപടി, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുമായിരുന്നു. പക്ഷെ അതിനൊന്നും പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, ഇന്നലെ ഉയർന്ന ചില ആരോപണങ്ങൾ, അതായത് അവന്തികയുടെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ മറുപടി ഒഴിച്ചു നിർത്തിയാൽ അതിൽ കൂടുതലുള്ള വിശദീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിൽ വിശദീകരണം നൽകാൻ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ പാലക്കാട്ടേക്ക് എപ്പോൾ പോകും, MLA പദവിയിൽ ഇരുന്നുകൊണ്ട് ഇനി എങ്ങനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എങ്ങനെ MLA പദവി തുടർന്നു കൊണ്ടുപോകും, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മറുപടി നൽകിയിരിക്കും. ഉത്തരം കിട്ടാത്ത, കൃത്യമായ വിശദീകരണം ഒന്നുമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെയുണ്ട്. ഇനി മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത നിമിഷം തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയാൻ കഴിയും.